പാക് ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഒട്ടേറെ ആരാധകരുള്ള സോഷ്യൽ മീഡിയ താരമാണ്. യൂട്യൂബിൽ മാത്രം 3.25 ലക്ഷത്തോളം ഫോളോവേഴ്സ്. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസം, ആഡംബര ജീവിതം, വരവിൽ കവിഞ്ഞ സ്വത്ത്, അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ജ്യോതിയുടെ ജീവിതവും യാത്രകളും. ജ്യോതി മൽഹോത്ര 3 മാസങ്ങൾക്ക് മുൻപ് കേരളത്തിലെത്തിയതിൻ്റെ വിവരങ്ങളും പുറത്തു വന്നു. യാത്രാ വിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന യുവതി എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയത്? ഇവരുടെ യാത്രകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ സാമ്പത്തിക ഇടപാടുകൾ, യാത്രാ വിശദാംശങ്ങൾ എന്നിവ പരിശോധിച്ചതോടെയാണ് ഹരിയാന പോലീസിനും കേന്ദ്ര ഏജൻസികൾക്കും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. വരുമാനത്തിന് അനുസൃതമല്ലാത്ത ആഡംബര ജീവിതശൈലിയാണ് ജ്യോതിയുടേത്. വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റുകളിൽ യാത്ര, ആഡംബര ഹോട്ടലുകളിലെ താമസം, 5 സ്റ്റാർ നിലവാരമുള്ള റെസ്റ്റോറന്റുകളിൽ നിന്ന് ഭക്ഷണം തുടങ്ങി വരവിൽ കവിഞ്ഞ ചെലവ് ജ്യോതിക്കുണ്ടായിരുന്നുവെന്ന് ഹരിയാന പോലീസ് പറയുന്നു. പാകിസ്ഥാനിൽ VIP പരിഗണനയാണ് ജ്യോതിക്ക് ലഭിച്ചിരുന്നത്. ചൈനയിലും സന്ദർശനം നടത്തി. ചൈനയിലെ യാത്രക്കിടെ ജ്യോതി ആഡംബര കാറുകളിൽ സഞ്ചരിക്കുകയും വില കൂടിയ ആഭരണശാലകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. യാത്രാ വിവരണവും അനുഭവ കഥകളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ജ്യോതി ഒറ്റ ദിവസം കൊണ്ട് എങ്ങനെയാണ് ചാരവൃത്തിയിലേക്ക് മാറിയത് എന്നതുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. തുടർച്ചയായി പാകിസ്ഥാൻ സന്ദർശിക്കുകയും പാക് ഉദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നയാളാണ് ജ്യോതിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് തെളിയിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും അടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷിച്ചു വരികയായിരുന്നു. എവിടെയൊക്കെ യാത്ര ചെയ്തു, അവിടെ നിന്ന് എന്തൊക്കെ പകർത്തി, ആരെയൊക്കെ കണ്ടു, മറ്റ് യൂട്യൂബർമാർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പാകിസ്ഥാന് വേണ്ടി തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുക, ദൃശ്യങ്ങൾ പകർത്തി നൽകുക എന്നതായിരുന്നു പാക് രഹസ്യാന്വേഷണ വിഭാഗം വീഡിയോ ക്രിയേറ്റർമാരിൽ നിന്ന് ലക്ഷ്യമിട്ടിരുന്നത്. അതിനിടെ ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര 3 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലും എത്തിയതിന്റെ വിവരം ലഭിച്ചു. കേരളം സന്ദർശിച്ച ശേഷം ഫെബ്രുവരിയിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു. കണ്ണൂരിൽ നിന്നാണ് ജ്യോതി യാത്ര ആരംഭിച്ചത്. ദൃശ്യങ്ങളിൽ വിമാനത്താവളവും വിവരണങ്ങളും പങ്കുവെക്കുന്നുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ, മൂന്നാർ, ആലപ്പുഴ, കൊച്ചി, തിരുവനന്തപുരം, ഇടുക്കി അടക്കമുള്ളയിടങ്ങൾ ജ്യോതി സന്ദർശിച്ച് വീഡിയോയും ചിത്രങ്ങളും പകർത്തിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ യാത്ര വെറുമൊരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിപ്പിക്കപ്പെടുമെന്നും കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം പങ്കുവച്ച വീഡിയോയിൽ ജ്യോതി പറയുന്നുണ്ട്. ജ്യോതി മൽഹോത്ര വഴി മറ്റ് വ്ലോഗർമാരെയും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നുവെന്നാണ് വിവരം. News 18, Delhi.